ഹായ് ഫ്രണ്ട്സ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. നമ്മൾ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഓഫ്ലൈനിൽ പോയി ക്ലാസ് എടുക്കുമ്പോഴും ഒരുപാട് കുട്ടികൾ, ഒരുപാട് ഉദ്യോഗാർത്ഥികളോട് ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാറേ കറണ്ട് അഫേഴ്സ് എങ്ങും എത്തുന്നില്ല, എവിടെയും എത്തുന്നില്ല, എവിടെ തുടങ്ങണമെന്നറിയത്തില്ല, എന്തൊക്കെ പഠിക്കണമെന്നറിയത്തില്ല, ഇതിങ്ങനെ ഒരു സാഗരം പോലെ കിടക്കുകയാണ്, ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എന്താണ് നമ്മൾ സ്റ്റഡി പ്ലാനായിട്ട് എടുക്കേണ്ടത്, സ്റ്റഡി മെറ്റീരിയൽ എന്ത് ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ ഒത്തിരി ആൾക്കാർ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു കോമൺ പ്രശ്നമാണ്. അപ്പോൾ കറണ്ട് അഫേഴ്സ് ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നത് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് പ്രധാനമായും ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായും നമ്മൾ ഈ സെഗ്മെൻറ്റിൽ 4 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ എടുക്കേണ്ടത്, കറണ്ട് അഫേഴ്സ് ക്രാക്ക് ചെയ്യാനായിട്ട് ഒരു ഉദ്യോഗാർത്ഥി എന്താണ് സ്റ്റഡി മെറ്റീരിയലായിട്ട് എടുക്കേണ്ടത് എന്നാണ് ആദ്യം പറയുന്നത്. രണ്ടാമത് പറയുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് മുതലുള്ള കറണ്ട് അഫേഴ്സ് പഠിക്കണം, എന്ന് വരെയുള്ള കറണ്ട് അഫേഴ്സ് പഠിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ സെഗ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ സെഗ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ ചോദ്യം വരാം, കറണ്ട് അഫെയർ മേഖലയിൽ കേരള PSC ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന കാര്യം നമ്മൾ മൂന്നാമത് ഡിസ്കസ് ചെയ്യും. നാലാമത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി ഏരിയ, ഒരു എക്സാമിനകത്ത് കറണ്ട് അഫേഴ്സ് മേഖലയിൽ നിന്ന് ഒരു ഉദ്യോഗാർത്ഥി ഉറപ്പായിട്ടും നോക്കിയിട്ട് പോകേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഏതിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് മുതലായ കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നാലാമതും എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് ആദ്യ സെഗ്മെന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റഡി മെറ്റീരിയൽ എന്താണ്, കറണ്ട് അഫേഴ്സ് ക്രാക്ക് ചെയ്യാനായിട്ട് ഒരു ഉദ്യോഗാർത്ഥി എന്താണ് സ്റ്റഡി മെറ്റീരിയൽ എടുക്കേണ്ടത്? 5 കാര്യങ്ങൾ ഞാൻ പറയും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി റെഗുലറായി ഒരു പത്രം വായിക്കുക എന്നുള്ളത് തന്നെയാണ്. കറണ്ട് അഫേഴ്സ് ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ എടുക്കേണ്ടത് ഒരു പത്രം വായിക്കുക. ഏതെങ്കിലും ഒരു പത്രം എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കഴിയുമെങ്കിൽ നിങ്ങൾ ഹിന്ദു ന്യൂസ് പേപ്പർ തന്നെ വായിക്കാനെ കൊണ്ട് ശ്രമിക്കുക. എന്തുകൊണ്ട് ഞാൻ ഹിന്ദു ന്യൂസ് പേപ്പർ പ്രിഫർ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആൾക്കാരും പ്രിപ്പയർ ചെയ്യുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറാണ്. കാരണം ഏറ്റവും റിച്ച് കണ്ടന്റ്, നമുക്ക് ആവശ്യമുള്ള ഏറ്റവും ക്വാളിറ്റി വൈസ് റിച്ച് കണ്ടന്റ് ഏതിനകത്തുണ്ട്, ഹിന്ദു ന്യൂസ് പേപ്പറിനകത്തുണ്ട്. അപ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പർ എന്ത് ചെയ്യുക, വായിക്കാനായിട്ട് ശ്രമിക്കുക. ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം ആ ന്യൂസ് പേപ്പർ വായിക്കാനായിട്ട്. നമുക്കിപ്പോൾ ഒരു കാര്യം ആലോചിക്കുമ്പോൾ നോക്കുമ്പോഴേക്കും ഒരു ഏരിയ നോക്കുമ്പോൾ ഈ ചോദ്യം എനിക്ക് കേരള PSCക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടോ, ഒരു കണ്ടന്റ് വായിക്കുമ്പോൾ അതിൻ്റെ തലക്കെട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെനിക്ക് ആവശ്യമുള്ളതാണോ, ഇതെനിക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു ഹെഡിങ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം മെൻറ്റാലിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പത്രം വായിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ഐഡിയ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രീവിയസ് ഇയറിൽ കേരള PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതെനിക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടോ, ഒരു വിഷയം, ഒരു സബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ, ഒരു ടോപ്പിക് കണ്ടു കഴിഞ്ഞാൽ ഇതെനിക്ക് ആവശ്യമുള്ളതാണോ എന്നൊരു ഐഡിയ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ, ഒന്ന് ഗോ ത്രൂ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ആ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ കൃത്യമായി എന്ത് ചെയ്യുക, പത്രം വായിക്കുക, ഹിന്ദു ന്യൂസ് പേപ്പർ തന്നെ വായിക്കാനായിട്ട് ശ്രമിക്കുക. അതല്ലാത്ത പക്ഷം ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ നിങ്ങൾ കൃത്യമായി വായിച്ചിരിക്കണം. പത്രം ഇങ്ങനെ വെറുതെ വായിച്ചു വിട്ടാൽ മാത്രം പോരാ, കൃത്യമായിട്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ കേരള PSCക്ക് ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ ഒരു ബുക്കിനകത്ത് നോട്ട് ചെയ്ത് വെക്കുക. ഏതെങ്കിലും ബുക്കിൻ്റെ പുറകിലല്ല, കറണ്ട് അഫേഴ്സിന് വേണ്ടി മാത്രമായി ഒരു ബുക്ക് കരുതുക. ആ ബുക്കിനകത്ത് വളരെ കൃത്യമായി ഡേറ്റ് ഇട്ട് ആ പോയിന്റ് നോട്ട് ചെയ്ത് പോവുക. ഇതാണ് ഒരു ഉദ്യോഗാർത്ഥി ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത്. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്കിത് സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി. രണ്ടാമത്, നമുക്കിപ്പോൾ ഒത്തിരി സോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ മുന്നിൽ ഒത്തിരി യൂട്യൂബ് ചാനലുണ്ട്, ഒത്തിരി ടെലഗ്രാം ചാനലുണ്ട്, ഒത്തിരി ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാം കൂടി കിടന്ന് നിങ്ങൾ വാരി പിടിക്കാൻ നിൽക്കണ്ട. നമ്മളിപ്പോൾ നിൽക്കുന്നത് സൈലത്തിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. നമുക്ക് ഒഫീഷ്യലി ഒരു ടെലഗ്രാം ചാനലുണ്ട്, ഒഫീഷ്യലി ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഒഫീഷ്യലി ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അതിനകത്ത് ഡെയിലി നമ്മൾ PDF രൂപേണ കറണ്ട് അഫേഴ്സ് മെറ്റീരിയൽ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾ വെറുതെ വായിച്ചു വിട്ടാൽ മാത്രം പോരാ. അതിനകത്തെ വളരെ പ്രധാനം, അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അതിനെയും പിക്ക് ചെയ്യുക. ഈ പത്രം വായിച്ചിരുന്ന പോയിന്റ്സിനോടൊപ്പം അതും കൂടെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് പത്രം വായിക്കുന്നുണ്ട്, അതുപോലെ ടെലഗ്രാമിൽ വരുന്ന കണ്ടന്റ്സ് നമ്മൾ പ്രധാനപ്പെട്ട ഡേ ടു ഡേ ഫാക്റ്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള PSCയുടെ ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സ് അറിയാമല്ലോ. കേരള PSC ഓരോ മാസം കൂടുമ്പോൾ പ്രസിദ്ധീകരിക്കുന്ന ബുള്ളറ്റിൻ, PSC ബുള്ളറ്റിൻ,
അതിനകത്ത് കൃത്യമായിട്ട് കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോരുന്നുണ്ട്. അതും എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചേക്കുക. അപ്പോൾ 3 നാലാമത്, നമ്മൾ സൈലം തന്നെ ഒരു 3-4 മാസം കൂടുമ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ഇറക്കാറുണ്ട്. 2 വർഷത്തെ ഒരു മെറ്റീരിയൽ, ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ സെപ്റ്റംബർ വരെയുള്ള കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബുക്ക് നമുക്കിപ്പോൾ ബുക്ക് സ്റ്റാളിൽ അവൈലബിൾ ആണ്. 2 കൊല്ലത്ത് 2023-ലെയും 2024-ലെയും കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബുക്ക് അവൈലബിൾ ആണ്. ആ ബുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റഡി മെത്തേഡ് ഉപയോഗിക്കാം, ആ ഒരൊറ്റ ബുക്ക്. ഇനി 5ാമത് ചെയ്യേണ്ടത് ഫാക്കൽറ്റീസ്, നിങ്ങൾ അധ്യാപകർ ഇവിടെ എടുത്തു തരുന്ന കണ്ടന്റ്, അപ്പോൾ യൂട്യൂബിലായിക്കോട്ടെ അത് ക്ലാസ്സുകളിലായാലും നമ്മൾ പറയുന്ന മെറ്റീരിയലും കണ്ടന്റും, ഇത്രയും കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ കൃത്യമായി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, ഈ 5 കാര്യങ്ങൾ കൃത്യമായി ഫോക്കസ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കറണ്ട് അഫേഴ്സ് ഒരു ഓർഡറിൽ നമുക്ക് പഠിച്ചു വരാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കുറേ ആൾക്കാർ ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ്, കുറേ ബുക്ക് അങ്ങ് മേടിച്ചിടും, കുറേ കണ്ണി കണ്ട എല്ലാ ബുക്കും മേടിച്ചിടും, എന്നിട്ട് അവിടെ ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ടങ്ങ് പോകും. ഇതാണ് സ്ഥിരം ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടി, പ്രവണത എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കൊരു കൃത്യമായൊരു ഓർഡറിൽ പഠിച്ചെടുക്കാനായിട്ട് നമുക്ക് എന്താണ്, ഇതൊരു തടസ്സം തന്നെയാണ് ഈ കാര്യങ്ങൾ, വാരി വലിച്ചുള്ള പഠനം എന്ന് പറയുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ വളരെ കൃത്യമായി വൃത്തിക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, റെഗുലറായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അവരെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ലാതായി മാറും. ഓക്കെ ആണല്ലോ? ഇതാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. 2ാമത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, എന്ന് മുതലുള്ള കറണ്ട് അഫേഴ്സ് പഠിക്കണം, എന്ന് വരെയുള്ള കറണ്ട് അഫേഴ്സ് പഠിക്കണം. എല്ലാവരും ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമാണിത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്നാണോ നിങ്ങളുടെ എക്സാം നടക്കുന്നത്, ഒരു കോമൺ ക്രൈറ്റീരിയ ആണ്, ഇന്ന എക്സാം എന്നില്ല. എന്നാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന, നിങ്ങൾ ഉദ്ദേശിക്കുന്ന എക്സാം എന്നാണോ നടക്കുന്നത്, ആ എക്സാമിനും 2 കൊല്ലം, ഏറ്റവും കുറഞ്ഞത് മിനിമം 2 കൊല്ലത്തെ കണ്ടന്റ് നമ്മുടെ കയ്യിൽ സെറ്റ് ആയിരിക്കണം. അതായത് 2025-ലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ 2023-ലെയും 2024-ലെയും കണ്ടന്റ് നിങ്ങളുടെ കയ്യിൽ സെറ്റ് ആയിരിക്കണം. ഇനി എന്ന് വരെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എക്സാം നടക്കുന്നത്, ആ എക്സാമിനും 1 മാസം മുന്നേ ഓരോ കാര്യങ്ങൾ, അത്രയും അപ്ഡേറ്റ് ആയിട്ട് PSC ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. 1 മാസം മുന്നേ വരെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ സെറ്റ് ആയിരിക്കണം. അപ്പോൾ 2 കൊല്ലം ടു 1 മാസം മുന്നേ വരെയുള്ള കണ്ടന്റ് നിങ്ങളുടെ കയ്യിൽ സെറ്റ് ആയിരിക്കണം. ഇതാണ് നമ്മൾ 2ാമത് പറയുന്നത്, എന്ന് മുതൽ പഠിക്കണം, എന്ന് വരെ പഠിക്കണം എന്നതിനുള്ള അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി 3ാമത്തെ സെഗ്മെന്റ്, എങ്ങനെയൊക്കെ ചോദ്യം വരാം. 3ാമത്തെ സെഗ്മെന്റ്, എങ്ങനെയൊക്കെയാണ് കറണ്ട് അഫെയർ മേഖലയിൽ നിന്ന് കേരള PSC ഏതൊക്കെ രീതിയിൽ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യങ്ങളാണ് നമ്മൾ 3ാമതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേടാ. 3 രീതിയിൽ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന്, കൃത്യമായ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ചാന്ദ്രയാൻ 3 ഒരു ടോപ്പിക്കാണ്, 18th ലോക്സഭാ ഇലക്ഷൻ ഒരു ടോപ്പിക്കാണ്, പാരീസ് ഒളിമ്പിക്സ് ഒരു ടോപ്പിക്കാണ്, വനിതാ സംവരണ നിയമം ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ആദിത്യ എല്ലുണ്ടും ഗഗൻയാനും ഒക്കെ തന്നെ കൃത്യമായ ടോപ്പിക്കുകളാണ്. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തും ചോദ്യം വരാം. അതുപോലെ തന്നെ ഓൺവേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ, അവിടെ കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരോഗ്യ അവകാശ ബിൽ അഥവാ ഹെൽത്ത് റൈറ്റ് ബിൽ പാസ്സാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? നമുക്കറിയാം, അത് രാജസ്ഥാനാണ്. ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ, അവിടെ കഴിഞ്ഞു. കൂടുതൽ അതിനകത്ത് അപ്ഡേഷൻ നമുക്ക് പറയാനായിട്ടില്ല. പക്ഷെ അതുപോലെയല്ല ചാന്ദ്രയാൻ, അതുപോലെയല്ല 18th ലോക്സഭ, അതുപോലെയല്ല പാരീസ് ഒളിമ്പിക്സ്. നമ്മളവിടെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു വെക്കാനായിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ കൃത്യമായ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ചോദ്യം വരാം, ഓൺവേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. 3ാമതൊരു സെഗ്മെന്റ് ഉണ്ട്, അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് GK, ആനുകാലിക സംബന്ധിയായ GK ചോദ്യങ്ങൾ. പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഇത് GK പോലെ തോന്നും. പക്ഷെ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് ആ ചോദ്യകർത്താവ് ആ ചോദ്യം ഇത്തവണ ചോദിച്ചു, അതിന്റെ റീസൺ കറണ്ട് അഫേഴ്സ് ആയിരിക്കും. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. അടുത്തിടെ ഒരു 2 മാസം മുന്നേ കേരള PSC ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ ഏതു രാജ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ലിക്വിഡ് പാർട്ടി? താഴെ പറയുന്നവയിൽ ഏതു രാജ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ലിക്വിഡ് പാർട്ടി? ഓപ്ഷൻ എ ഇസ്രായേൽ, ഓപ്ഷൻ ബി പലസ്തീൻ, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി ഉക്രൈൻ. നമ്മുടെ ആൻസർ ഇസ്രായേലാണ്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു പ്രതിനിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരാണ് ലിക്വിഡ് പാർട്ടി. ലിക്വിഡ് പാർട്ടി ഇന്നും ഇന്നലെ രൂപം കൊണ്ട പാർട്ടിയല്ല, കുറെ കാലമായി ഇസ്രായേൽ നിലനിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്.
പിന്നെ എന്തേ ആ ചോദ്യകർത്താവ് ഇത്തവണ ആ ചോദ്യം ചോദിച്ചു? റീസൺ വ്യക്തമാണ്, ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ്. ഇസ്രായേൽ പലസ്തീൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ ചോദ്യകർത്താവ് ആ ചോദ്യം അവിടെ ഉന്നയിച്ചത്. അപ്പൊ ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ നമുക്കറിയാം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്, തൊട്ടാ പൊള്ളുന്ന വിഷയമാണ്. പക്ഷെ ചോദ്യകർത്താവ് ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാണ്, ചോദിച്ചേ പറ്റൂ. എവിടെ നിന്ന് ചോദിച്ചു? ഇങ്ങനെ തൊടാണ്ട് ഇങ്ങനെ ചോദിച്ചു. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പൊളിറ്റിക്കൽ പാർട്ടി ഏത് എന്ന് ചോദിക്കുന്നതിന് പകരം ഈ പാർട്ടി ഏത് രാജ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടിയാണ് എന്ന് ചോദിച്ചു. നമുക്കറിയാം ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ വേൾഡ് പൊളിറ്റിക്സിൽ ലീഡിങ്ങിൽ നിൽക്കുന്ന, ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു ഫിഗറാണ്. അതുകൊണ്ട് തന്നെയാണ് കേരള PSC ആ ചോദ്യകർത്താവ് വളരെ കൃത്യമായ ആ ചോദ്യം അവിടെ ചോദിച്ചു. ബെഞ്ചമിൻ നെതന്യാഹു പ്രതിനിധാനം ചെയ്യുന്ന എന്ന് ചോദിക്കുന്നതിന് പകരം ചോദിച്ചു ഈ പാർട്ടി ഏത് രാജ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടി? ഇസ്രായേലിന്റെ പൊളിറ്റിക്കൽ പാർട്ടി. റീസൺ ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ്. അങ്ങനെയെങ്കിൽ അതുപോലെ റിലേറ്റ് ചെയ്തൊരു ചോദ്യം കൂടി ഞാൻ പറയട്ടെ. നമുക്കറിയാം 2024 നവംബർ മാസത്തിന്റെ അവസാന നാളുകളിലും അതുപോലെ തന്നെ ഡിസംബറിന്റെ ആദ്യ വാരവും നടന്ന സിറിയ എന്ന് പറയപ്പെടുന്ന രാജ്യത്ത് നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നമുക്കറിയാം. സിറിയ എന്ന് പറയപ്പെടുന്ന രാജ്യം കഴിഞ്ഞ 24 വർഷക്കാലം ഭരിച്ചിരുന്നത് ബാഷർ അൽ അസദ് എന്ന് പറയപ്പെടുന്ന ഭരണാധികാരിയാണ്. നമ്മുടെ സിറിയയുടെ പ്രസിഡന്റിന്റെ പേര് ബാഷർ അൽ അസദ്. ഈ ബാഷർ അൽ അസദിനെതിരെ വലിയ രീതിയിലുള്ള ജനരോഷം ഇരുമ്പുകയും അദ്ദേഹത്തിനെതിരെ ഒരു വിമത സൈന്യം രൂപപ്പെടുകയും ആ വിമത സൈന്യം നവംബറിന്റെ അവസാന നാളുകളിൽ അതിന്റെ പീക്ക് ലെവലിൽ എത്തുകയും ആ 11 ദിവസം കൊണ്ട്, വെറും 11 ദിവസം കൊണ്ട് സിറിയ ആകമാനം ആ ഒരു വിമത സൈന്യം പിടിച്ചടക്കുകയും ചെയ്തു. ഒടുവിൽ അവിടുത്തെ പ്രസിഡന്റായ ബാഷർ അൽ അസദിന് പ്രാണരക്ഷാർത്ഥം റഷ്യയിലേക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വന്ന സാഹചര്യമുണ്ടായി. എൻ്റെ ചോദ്യം ഇതാണ്, സിറിയയിൽ നിന്നും റഷ്യയിലേക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വന്ന വിമത സൈന്യം സിറിയ പിടിച്ചടക്കിയതോടെ റഷ്യയിലേക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വന്ന ആ സിറിയൻ പ്രസിഡന്റിന്റെ പേര് എന്ത് എന്നാണ് ചോദ്യം. നമുക്കറിയാം ബാഷർ അൽ അസദ്. ഈ ബാഷർ അൽ അസദ് പ്രതിനിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഏത്? ബാത്ത് പാർട്ടി. ചോദിക്കാം, ഇറ്റ്സ് എ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് GK. ബാഷർ അൽ അസദ് പ്രതിനിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ പറയണം അത് ബാത്ത് പാർട്ടിയാണ്. ബാത്ത് പാർട്ടി അത് ചോദിക്കാവുന്ന ഒരു ഏരിയയാണ്. കഴിഞ്ഞ LDC എക്സാമിന്റെ ആ ഒരു ഘട്ടങ്ങൾ പരിശോധിക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും, ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട GK ചോദ്യങ്ങൾ PSC ചോദിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ചോദിച്ചേ? പാരീസ് ഒളിമ്പിക്സ് ഇപ്പൊ നടന്നു. അപ്പോൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗാർത്ഥിക്ക് എന്തെങ്കിലും നോളജ് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് കേരള PSC ആ ചോദ്യകർത്താവ് ആ ചോദ്യം അവിടെ ചോദിച്ചത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരാം. നമ്മുടെ അയോധ്യ പ്രാണപ്രതിഷ്ഠ അടുത്തിടെ നടന്നു അല്ലേ? അയോധ്യ പ്രാണപ്രതിഷ്ഠ. നമുക്കറിയാം അയോധ്യ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്, തൊട്ടാ പൊള്ളുന്ന വിഷയമാണ്. പക്ഷെ ചോദ്യകർത്താവ് ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാണ്, ചോദിച്ചേ പറ്റൂ. എവിടെ നിന്ന് ചോദിക്കാം? ചോദിച്ചു, അയോധ്യ പട്ടണം ഏത് നദിയുടെ തീരത്ത്? സരയു. ഇലയ്ക്കും മുള്ളിനും കേടില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അവിടെ കൃത്യമായി ഈ പറയുന്ന പത്രം വായിക്കുന്ന ഒരാൾ ആൻസർ ചെയ്യും, അയോധ്യ പട്ടണം ഏത് നദിയുടെ തീരത്ത്? സരയു നദിയുടെ തീരത്താണ് അയോധ്യ പട്ടണം ചെയ്യുന്നത്. എന്തുകൊണ്ട് ചോദ്യം ചോദിച്ചു? റീസൺ അയോധ്യ പ്രാണപ്രതിഷ്ഠ തന്നെയാണ്, തർക്കം വേണ്ട. ഇത്രയും പട്ടണങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അയോധ്യയെ പറ്റി ചോദിച്ചു? റീസൺ എന്താ? ഇത് തന്നെയാണ്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് GK. നിങ്ങൾ പത്രം വായിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ 3 രീതിയിൽ ചോദ്യം വരാം. കൃത്യമായ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തും ചോദ്യം വരാം, വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യനും വരാം. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ്, അവനെ നമ്മൾ വിളിച്ച പേരാണ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് GK. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ 4ാമത്തെ സെഗ്മെന്റ് ആണ്. ഈ സെഗ്മെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സിനകത്ത് ഏതൊക്കെ ടോപ്പിക്കിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം, ഏതൊക്കെയാണ് നമ്മൾ ആദ്യം പഠിച്ചു പോകേണ്ടത്, അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ സെഗ്മെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സിന്റെ മേജർ എല്ലാ ടോപ്പിക്കുകളും കൂടെ ഞാൻ 15 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അതിനകത്ത് ആദ്യം നമ്മൾ ഒരു കേരള PSC ഉദ്യോഗാർത്ഥി ഉറപ്പായിട്ടും എക്സാമിനേഷൻ ഹാളിനകത്ത് നിന്ന് കയറുന്നതിന് മുൻപ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നൊബേൽ പുരസ്കാരം എന്ന് പറയുന്നത്. 2 കൊല്ലത്തെ നൊബേൽ പുരസ്കാരം പഠിക്കണം. 2 കൊല്ലത്തെ നൊബേൽ പുരസ്കാരം കൃത്യമായി നമ്മൾ അവിടെ അറിഞ്ഞു വെച്ചേക്കണം. നൊബേലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 3 രീതിയിലാണ് കേരള PSC ചോദ്യം ചോദിക്കുക. ഇപ്പോൾ 2024 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം 3 പേർക്കൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ചോദിക്കാം. 2024 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം താഴെ പറയുന്നവയിൽ ലഭിക്കാത്തതാര്? 3 പേരെ കൊടുത്തിട്ട് ഒരാളെ മാറ്റി കൊടുത്തിട്ട് ഇതിൽ ആർക്കാണ് കിട്ടാത്തത് എന്ന രീതിയിൽ ചോദിക്കാം. രണ്ടാമത്തെ ചോദ്യം അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ളത്, എന്തിനാണ്, ഏത് മേഖലയിലെ സംഭാവനയ്ക്കാണ് 2024 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം കൊടുത്തത്? ആ സംഭാവന ചോദിക്കാം. മൂന്നാമത് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്
ഈ വ്യക്തികളുടെ സ്വദേശമാണ്, ഈ ശാസ്ത്രജ്ഞരുടെ സ്വദേശമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ജ്ഞാനപീഠ പുരസ്കാരം, അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാളികൾ, കേരള സാഹിത്യ അക്കാദമി അവാർഡ് മുതലായ കാര്യങ്ങൾ അവിടെ സാഹിത്യത്തിന്റെ കാറ്റഗറിയിൽ അറിഞ്ഞു വെച്ചേക്കുക. ഇനി മൂന്നാമത്തെ സെഗ്മെന്റ് കായിക മേഖലയിലെ പുരസ്കാരം. ഇന്ത്യ മഹാരാജ്യം നൽകുന്ന പരമോന്നതമായ കായികമൂതിയായ ഖേൽ രത്ന പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? അവരുടെ മേഖല. പിന്നെ അർജുന അവാർഡ് രണ്ടാമത്തെ പരമോന്നതമായ കായികമൂതി. അവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഒത്തിരി കായിക താരങ്ങളുണ്ട്, അവിടെ സെലക്റ്റീവായിട്ട് നമ്മൾ പഠിക്കണം, നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അർജുന അവാർഡ് നേടിയ ആൾക്കാരുടെ മേഖല, അതാണ് കായിക താരങ്ങളുടെ മേഖല, ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിൽ റെയറായി ചോദിക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഖേൽ രത്ന തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ക്രിക്കറ്റുമായും ഫുട്ബോളുമായും ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവാർഡുകൾ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ICC അവാർഡ്സ്, ബാലൻ ഡിയോർ, ഫിഫ അവാർഡ്, ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടിയ മേഖലകളാണ്. അതുപോലെ പിന്നെ പ്രധാനപ്പെട്ട കേരളത്തിലെ നമ്മുടെ വള്ളംകളിയുമായി ബന്ധപ്പെട്ട നെഹ്റു ട്രോഫി വള്ളംകളി ചോദിക്കാറുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം, അതുപോലെ തന്നെ ആരാണ് വിജയി എന്നുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഫാക്ട് സ്വരാജ് ട്രോഫിയാണ്. നമുക്കറിയാം ഏറ്റവും മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകി വരുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി. സ്വരാജ് ട്രോഫിയും സ്ഥിരം സാന്നിധ്യമായി PSC പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവാർഡ് എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കി വെക്കേണ്ടത്. ഇനി മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് ഞാൻ വരികയാണ്. മൂന്നാമത്തെ നോക്കേണ്ട ഏരിയ സിനിമാ മേഖലയാണ്. കലാമേഖല എന്ന ഇതിനകത്ത് വരുന്ന സിനിമാ മേഖല. സിനിമാ മേഖല നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്ന ടോപ്പിക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം, കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, ഓസ്കാർ അവാർഡ്. ഇത് മൂന്നാണ് ടോപ്പ് പ്രയോറിറ്റി. ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട, ഏറ്റവും കൂടുതൽ തവണ കേരള PSC ചോദിച്ചു വരുന്നത് ഈ 3 കാറ്റഗറിയാണ്. ഓസ്കാർ അവാർഡ്, അതുപോലെ തന്നെ നാഷണൽ ഫിലിം അവാർഡ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫിലിം അവാർഡ്. അതിനകത്ത് ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചു വരുന്ന കുറച്ച് കണ്ടന്റ് ഉണ്ട്. അതായത് ഒരുപാട് അവാർഡ് കൊടുക്കാറുണ്ട്, പക്ഷെ എല്ലാം കൂടി നമ്മളെ കൊണ്ട് നടക്കൂല, കുട്ടിയെ കൂടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട അതിനകത്ത് ചോദിക്കാം. അപ്പോൾ ഓസ്കാർ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചു വരുന്നത് മികച്ച നടൻ, നടി, മികച്ച സിനിമ ഏത്, മികച്ച വിദേശ ഭാഷ ചിത്രം അഥവാ അന്യഭാഷ ചിത്രം ഏത്, സഹനടനാര്, സഹനടിയാര്, സംവിധായകനാര്, അതുപോലെ തന്നെ ദ ഒഫീഷ്യൽ എൻട്രി ഓഫ് ഇന്ത്യ ഇൻ ഓസ്കാർ. ഓസ്കാറിലേക്ക് ഇന്ത്യയിൽ നിന്നും ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ചിത്രം ഏത്, സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെ ഓസ്കാർ കുറേ ആൾക്കാർ കൊടുക്കും, അവിടെ എല്ലാം കൂടിക്കിടന്ന് നമുക്ക് പഠിച്ച നടക്കത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ കേരള PSC ആവർത്തിച്ച് വരുന്ന കണ്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഇനി ഇന്ത്യക്ക് എന്തെങ്കിലും തരത്തിൽ ഓസ്കാർ അവാർഡിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഇതേ ക്രൈറ്റീരിയ തന്നെയാണ് നാഷണൽ ഫിലിം അവാർഡ് എടുക്കുമ്പോഴും സ്റ്റേറ്റ് ഫിലിം അവാർഡ് എടുക്കുമ്പോൾ പഠിക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും. അതിനകത്ത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ആവർത്തിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ആദ്യം പ്രയോറിറ്റി കൊടുക്കുക, ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് 3 ഏരിയ: നാഷണൽ ഫിലിം അവാർഡ്, സ്റ്റേറ്റ് ഫിലിം അവാർഡ്, ഓസ്കാർ. ഇതിന് ശേഷം നോക്കേണ്ടത് ഇത് 2 കൊല്ലത്തെ പഠിക്കണേ. ഈ ഓസ്കാറും അതുപോലെ തന്നെ നാഷണൽ ഫിലിം അവാർഡും കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും 2 കൊല്ലത്തെ അറിഞ്ഞു വെച്ചേക്കണം. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് IFFI, IFFK, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. ഒറ്റ കൊല്ലത്തെ പഠിച്ചാൽ മതി, അത് 1 കൊല്ലത്തെ പഠിച്ചു വെച്ചാൽ മതി. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ റെയർ ആയിട്ട് വളരെ അപൂർവങ്ങളായിട്ടാണ് ചോദിക്കുന്നത് നമ്മുടെ ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവൽ, മെൽബൺ ഫിലിം ഫെസ്റ്റിവൽ, ടൊറന്റോ ഫിലിം ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ കാൻ ചലച്ചിത്രോത്സവം, കാനസ് ഫിലിം ഫെസ്റ്റിവൽ, കാൻ ചലച്ചിത്രോത്സവം. ഇതും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. എന്നാലും ടോപ്പ് പ്രയോറിറ്റി ഞാൻ ആദ്യം പറഞ്ഞ 3 ഏരിയ തന്നെയാണ്. അതിനുശേഷം നമുക്കവിടെ പഠിക്കേണ്ടത് ഇന്ത്യൻ നടന്മാർ, മലയാള നടന്മാർ വിദേശ രാജ്യങ്ങളിലെ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ട് മികച്ച നേട്ടം കൈവരിച്ചു വന്ന ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, കനി കുസൃതി, ഇന്ദ്രൻസ്, ഇത്തരത്തിലുള്ള ആൾക്കാർ വിവിധ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ട് മികച്ച നേട്ടം കൈവരിച്ചു വന്ന ആൾക്കാരുണ്ട്. റെയർ പോയിന്റുകളാണ്, അത് പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചോണം, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇനി സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട 2 പുരസ്കാരം നമുക്കറിയാം. ഇന്ത്യൻ സിനിമാ മേഖലയിലെ പരമോന്നതമായ പുരസ്കാരമായ നമ്മുടെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവും മലയാള സിനിമാ മേഖലയിലെ പരമോന്നത പുരസ്കാരമായ JC ഡാനിയൽ പുരസ്കാരവും ജേതാക്കളെയും ചോദിക്കാറുണ്ട്. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് സിനിമാ മേഖലയ്ക്കകത്ത് നമ്മൾ അറിയേണ്ടത്. അവിടെ ഞാൻ പറയുന്നു ടോപ്പ് പ്രയോറിറ്റി ആദ്യം പറഞ്ഞ 3 കാറ്റഗറിക്കാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 4ാമതായിട്ട് ഇവിടെ നോക്കേണ്ടത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയപ്പെടുന്ന ഏരിയ. സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് നമ്മൾ നോക്കേണ്ട ഏരിയ നമുക്കറിയാം. ISROവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിക്ഷേപണങ്ങൾ, പ്രധാനപ്പെട്ട ഭാവി പരിപാടികൾ മുതലായ കാര്യങ്ങളാണ്. അവിടെ നമുക്കറിയാം ചാന്ദ്രയാൻ അടുത്തിടെ വിക്ഷേപിച്ചതാണ്, ആദിത്യ L1 വിക്ഷേപിച്ചതാണ്, അതുപോലെ ഗഗൻയാൻ വിക്ഷേപിക്കാനിരിക്കുന്നു. ഗഗൻയാനുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് ഒക്കെ സ്ഥിരം ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് സ്ഥിരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനി അടുത്ത 5ാമത്തെ സെഗ്മെന്റ് സ്പോർട്സ് ആണ്.
സ്പോർട്സിനകത്ത് നമുക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒളിമ്പിക്സ് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഉറപ്പായിട്ട് അറിഞ്ഞു വെച്ചേക്കണം. പാരീസ് ഒളിമ്പിക്സ് നടന്നു, ഇമ്പോർട്ടൻ്റ് ആണ്, ടോപ്പ് പ്രയോറിറ്റി ക്വസ്റ്റ്യൻ ആണ് പാരീസ് ഒളിമ്പിക്സ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഏഷ്യൻ ഗെയിംസ്, 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്നത് റീസെൻ്റ്ലി പാരീസ് ഒളിമ്പിക്സ് ആണ്. അതുപോലെ തന്നെ പാരീസ് പാരാലിമ്പിക്സ് നടന്നു, അതും അറിഞ്ഞു വെച്ചേക്കണം. ഇത് ഒഴിച്ചു നിർത്തിയാൽ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ, ഇപ്പോൾ ദേശീയ തലത്തിൽ നാഷണൽ ഗെയിംസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്രിക്കറ്റുമായും ഫുട്ബോളുമായും, കാരണം സ്പോർട്സ് വലിയൊരു ഏരിയ ആണ്, പക്ഷെ അവിടെ നിങ്ങൾ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഫുട്ബോളുമായും ക്രിക്കറ്റുമായും ബന്ധപ്പെട്ട ടൂർണമെൻറ്റുകൾക്കും അതുപോലുള്ള കാര്യങ്ങൾക്കും പ്രത്യേകം ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുക. അത് പ്രത്യേക ശ്രദ്ധയോടുകൂടി കേരള PSC ചോദിക്കാറുണ്ട്. ഇപ്പോൾ ക്രിക്കറ്റിനകത്ത് പറയുകയാണെങ്കിൽ 2023 വേൾഡ് കപ്പ് നടന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. 2024 ഇന്ത്യ കപ്പടിച്ച പുരുഷ T20 വേൾഡ് കപ്പ് നടക്കുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ IPL ചോദിക്കാറുണ്ട്. ഫുട്ബോളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ കോപ്പ അമേരിക്ക നടന്നു, യൂറോ കപ്പ് നടന്നു, അതുപോലെ നമ്മുടെ ISL, IPL, ISL, സന്തോഷ് ട്രോഫി, ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ എന്ന് പറയുന്നത്. സന്തോഷ് ട്രോഫി ഫുട്ബോളിലെ ജേതാക്കളൊക്കെ സ്ഥിരം എന്ത് ചെയ്യാറുണ്ട്? കേരള PSC വലിയ പ്രാധാന്യത്തോടു കൂടി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കായിക മേഖലയ്ക്കകത്ത് നിങ്ങൾ കൂടുതലും എന്ത് ചെയ്യേണ്ടത്? ഫോക്കസ് ചെയ്യേണ്ടത്. ക്രിക്കറ്റുമായും ഫുട്ബോളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. 6ാമത്തെ ഏരിയ ഭരണരംഗമാണ്. ഭരണരംഗത്തിനകത്ത് സ്ഥിരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിനകത്ത് കേരളവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ മന്ത്രിസഭ, അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. കാരണം റീസെൻ്റ്ലി 18th ലോക്സഭ വന്ന സ്ഥിതിക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട മന്ത്രിസഭ, കേരള മന്ത്രിസഭയും കേന്ദ്ര മന്ത്രിസഭയും പഠിക്കണം. അതുപോലെ തന്നെ നിയമനങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങൾ, അതുപോലെ സംസ്ഥാന മുഖ്യമന്ത്രിമാർ, പ്രധാനപ്പെട്ട, എല്ലാം പഠിക്കണമെന്നല്ല, ഏറ്റവും റീസെൻ്റ് ആയിട്ട് നിയമിക്കപ്പെട്ട ഒരു 1.5-2 കൊല്ലത്തിനകത്ത് നിയമിക്കപ്പെട്ട മുഖ്യമന്ത്രിമാരും ഗവർണേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. ഇനി 7ാമതായിട്ട് പറയുന്നത് സാമ്പത്തിക മേഖല. സാമ്പത്തിക മേഖലയ്ക്കകത്ത് ഉറപ്പായിട്ട് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബജറ്റാണ്. ബജറ്റിനകത്ത് കേന്ദ്ര ബജറ്റിനകത്ത് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കേരള ബജറ്റും കേന്ദ്ര ബജറ്റും പ്രധാനപ്പെട്ട സ്കീമുകൾ, അതുപോലെ തന്നെ വളർച്ചാ നിരക്ക്, GDP നിരക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ഏതൊക്കെ മേഖലകൾക്കാണ് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത്, ഏതൊക്കെയാണ് തുക വിനിയോഗം, എത്ര ശതമാനം എത്ര മേഖലയ്ക്ക് വിനിയോഗിച്ചു എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഈ ബഡ്ജറ്റ് എന്ന് പറയപ്പെടുന്ന ഏരിയയിൽ നിന്ന് സ്ഥിരം ചോദിക്കാറുള്ള ഏരിയകളാണ്. 8ാമത്തെ ഏരിയ നമ്മൾ നോക്കേണ്ടത് ഡേയ്സ് ആൻഡ് തീം, ദിനങ്ങളും പ്രമേയങ്ങളും. സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയയാണ് ദിനങ്ങളും പ്രമേയങ്ങളും. ഈ ദിനങ്ങളും പ്രമേയങ്ങളും പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ദിനങ്ങളും പ്രമേയങ്ങളും ഉണ്ട്. പക്ഷെ നിങ്ങളോട് ഫോക്കസ് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ തവണ കേരള PSC ചോദിച്ചിട്ടുള്ള ഏരിയകൾക്ക് പ്രത്യേകം ഫോക്കസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ലോക പരിസ്ഥിതി ദിനം, യോഗാ ദിനം, അതുപോലെ തന്നെ ട്യൂബർക്കുലോസിസ് ഡേ, അതുപോലെ ക്യാൻസർ ദിനം മുതലായ ഏരിയകളൊക്കെ സ്ഥിരം ഏറ്റവും കൂടുതൽ തവണ കേരള PSC ചോദിച്ചു വരുന്ന ഏരിയകളാണ്. അതിന് ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുക. അതുപോലെ ഇനി 9ാമത് പറയേണ്ടത് റാങ്കിങ് ആണ്. റാങ്കിങ് അഥവാ ഇൻഡെക്സ്. നമുക്കറിയാം മാനവ വികസന സൂചിക, അതുപോലെ തന്നെ നൂതന ആശയ സൂചിക, ഹാപ്പിനെസ് ഇൻഡെക്സ്, സന്തോഷ സൂചിക, അങ്ങനെയുള്ള സമാധാന സൂചിക, അങ്ങനെയുള്ള കുറേ ഇൻഡെക്സുകളുണ്ട്. അത് വളരെ പ്രധാനം, വളരെ റാങ്ക് മേക്കിംഗ് ഉള്ള ഏരിയ ആണ് ആ ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ നീതി ആയോഗിൻ്റെ ഇൻഡെക്സ് ഉണ്ട്, അതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സ്ഥിരം പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് റാങ്കിങ്, ഉറപ്പായിട്ടും ഒരു മാർക്കിന് ചോദിക്കും. ഇനി 10ാമതായിട്ട് പറയേണ്ടത് വേദികളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വേദികൾ, ഏറ്റവും പ്രധാനപ്പെട്ട കായിക വേദികളാവാം, അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലെ വേദികളാവാം, അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി വെച്ചേക്കണം. 11ാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് സ്കീമുകളാണ്, പദ്ധതികളാണ്. പ്രധാനപ്പെട്ട കേരള സർക്കാർ പദ്ധതി, കേന്ദ്ര സർക്കാർ പദ്ധതികൾ. അവിടെ പദ്ധതി പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പദ്ധതികളുണ്ട്. നിങ്ങൾ പഠിച്ചാൽ തീരാത്തത്ര പദ്ധതികളുണ്ട്. അപ്പം നമ്മൾ അതിനെങ്ങനെ സോർട്ട് ചെയ്യാം? അവിടെ നമ്മൾ ഒരു 5 മേഖലയായിട്ട് തന്നെ സോർട്ട് ചെയ്യുകയാണ്. കേരള PSC ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതും ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ 5 മേഖല എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1, വനിതകളുമായി ബന്ധപ്പെട്ടതും കുട്ടികളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ 1ാമതായി നോക്കുക. 2ാമതായിട്ട് ആരോഗ്യക്ഷേമ പദ്ധതികൾ, ഹെൽത്ത് സ്കീംസ് ഇമ്പോർട്ടൻ്റ് ആണ്. 3ാമത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, എഡ്യൂക്കേഷൻ റിലേറ്റഡ് സ്കീംസ്. 4ാമത്തെ ഏരിയ ഭിന്നശേഷിക്കാർ, ഭിന്നലിംഗക്കാർ, SC/ST വിഭാഗങ്ങൾ. ഓക്കെ, ട്രാൻസ്ജെൻഡേഴ്സ്, അതുപോലെ തന്നെ SC/ST വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ സ്ഥിരം ചോദിക്കാറുണ്ട്.
അഞ്ചാമത്തെ ഏരിയ എന്ന് പറയുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പദ്ധതി, ലഹരിക്കെതിരെ ആരോഗ്യവകുപ്പ് കൊണ്ടുവന്ന പദ്ധതി, ലഹരിക്കെതിരെ എക്സൈസ് വകുപ്പ് കൊണ്ടുവന്ന പദ്ധതി, അങ്ങനെയുള്ള പദ്ധതികൾ പ്രത്യേകം എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് പഠിച്ചേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്കീംസിനകത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. 12ാമത്തെ ഏരിയ ജോഗ്രഫി റിലേറ്റഡ് CA, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. അതിനകത്ത് വരുന്നത് സാധാരണ ചോദിക്കാറ് ഭൂകമ്പങ്ങൾ, ഇത്ര റിക്ടർ സ്കെയിലിൽ ഇന്ന സ്ഥലത്ത് ഭൂകമ്പം നടന്നു, ഏത് രാജ്യത്താണ് എന്ന രീതിയിൽ ചോദ്യം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കാറ്റുകൾ, എന്താ പറയുക, പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റുകൾ, ഇന്ന മാസം ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏത് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട മേഖല റാംസാർ സൈറ്റുകൾ. നിലവിൽ ഇന്ത്യയിലെ ആകെ റാംസാർ സൈറ്റുകളുടെ എണ്ണം എത്ര? ഇപ്പോൾ 2024 ഫെബ്രുവരി മാസത്തെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ആകെ റാംസാർ സൈറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 89 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ജോഗ്രഫി റിലേറ്റഡ് CAക്കകത്ത് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. 13ാമത്തെ ഏരിയ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഇൻഫർമേഷൻ ടെക്നോളജി, IT മേഖലയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സ് ആണ്. അതിനകത്ത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമുക്കറിയാം ഇത് AI യുഗമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോൾ സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫാക്സിന്. അതുപോലെ തന്നെ പോർട്ടലുകൾ, വിവിധ പോർട്ടലുകൾ, അതുപോലെ തന്നെ ആപ്ലിക്കേഷനുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളും ചോദിക്കാറുണ്ട്. 14ാമത്തെ ഏരിയ ഓപ്പറേഷൻസ് ആൻഡ് ഇവാക്യുവേഷൻ മിഷൻ, അതുപോലെ തന്നെ മിലിറ്ററി എക്സസൈസസ്. ഓപ്പറേഷൻസ് ആൻഡ് ഇവാക്യുവേഷൻ മിഷനകത്ത് നമുക്കറിയാം ഇപ്പോൾ റഷ്യ-ഉക്രൈൻ സംഘർഷം, റഷ്യ-ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉക്രൈനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാനായി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരെന്ത്? ഓപ്പറേഷൻ ഗംഗ. ഇതുപോലെ തന്നെ ഓപ്പറേഷൻ കാവേരി. അങ്ങനെയുള്ള എന്താ പറയുക ഓപ്പറേഷനുകൾ, വിവിധ തരത്തിലുള്ള രക്ഷാദൗത്യങ്ങൾ കേരള PSC ചോദിക്കാറുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് മിലിറ്ററി എക്സസൈസ്. അത് വളരെ റെയറായിട്ട് മാത്രമേ ചോദിക്കാറുള്ളൂ. മിലിറ്ററി എക്സസൈസ് അഥവാ സൈനിക അഭ്യാസങ്ങൾ ഏറ്റവും റെയറായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് സൈനിക അഭ്യാസം. അപ്പോൾ ഇന്ത്യയും മറ്റു രാജ്യവും തമ്മിലുള്ള സൈനിക അഭ്യാസം, വ്യോമാഭ്യാസം, അതിൻ്റെ പേരേത്, എവിടെ വെച്ച് നടന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ ചോദിക്കാൻ ചാൻസ് കൂടുതൽ. ഏറ്റവും അവസാനത്തെയും 15ാമത്തെയും മേഖല കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളാണ്. ഒന്ന് പുനർനാമകരണം, റീനെയിംസ്. ഇപ്പോൾ രാജ്പഥിൻ്റെ പുതിയ പേരെന്ത്? കർത്തവ്യപഥ്. അതുപോലെ തന്നെ ഇന്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ പുതിയ പേര് നൽകി. അങ്ങനെയുള്ള പുനർനാമകരണം എന്ന് പറയപ്പെടുന്ന ഏരിയ. പിന്നെ ബ്രാൻഡ് അംബാസിഡേഴ്സ്, വളരെ റെയറായിട്ട് മാത്രമേ ചോദിക്കാറുള്ളൂ. പ്രധാനപ്പെട്ട ബ്രാൻഡ് അംബാസിഡേഴ്സ്, സാക്ഷരതാ മിഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആര്, അതുപോലെ തന്നെ നമ്മുടെ SBIയുടെ ബ്രാൻഡ് അംബാസിഡർ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ബ്രാൻഡ് അംബാസിഡേഴ്സ്. പിന്നെ അവിടെ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഭാഗ്യചിഹ്നം. ഭാഗ്യചിഹ്നം മാത്രമായിട്ട് പ്രധാനപ്പെട്ട കായിക മേഖലയിലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാരീസ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം എന്ത്, അല്ലെങ്കിൽ യൂറോ കപ്പിൻ്റെ കോപ്പ അമേരിക്കയുടെ ഭാഗ്യചിഹ്നം എന്ത്, അങ്ങനെയുള്ള ഭാഗ്യചിഹ്നങ്ങൾ, റെയറായിട്ടുള്ള ഭാഗ്യചിഹ്നങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടെ പറയേണ്ട മറ്റൊരു കാര്യം വിയോഗമാണ്. അതായത് പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാർ, പ്രധാനപ്പെട്ട സിനിമാ താരങ്ങൾ, രാഷ്ട്രീയക്കാർ, ഇത്തരം ആൾക്കാർ മരണമടയുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട ഫാക്റ്റ്, അവരെന്താണ് മരിച്ചത്, അവർക്ക് എന്തെങ്കിലും പുരസ്കാരം ലഭിച്ചത്, അത്തരം കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും മരിച്ച ഡേറ്റ് ഒന്നും തപ്പിപ്പോണ്ട. അതിൻ്റെ ക്രൈറ്റീരിയ എത്രയേ ഉള്ളൂ. ഒരാളെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ അതാരാണ് എന്ന് നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. അത്ര ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരുടെ മരണപ്പെട്ട തീയതി, ഫോർ എക്സാമ്പിൾ ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ MT വാസുദേവൻ നായർ, അതുപോലെ തന്നെ മൻമോഹൻ സിംഗ്, അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ മരണത്തീയതി പഠിച്ചു വെച്ചിരിക്കണം. അതിനകത്ത് ഏറ്റവും റീസെൻ്റായിട്ട് ചോദിച്ചത് MS സ്വാമിനാഥൻ്റെ മരണത്തീയതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം വിയോഗം എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സിനെ മൊത്തത്തിൽ സബ് ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള 15 ഏരിയ. ഈ 15 ഏരിയ, ഇത്രയും കാര്യങ്ങളാണ് ഉറപ്പായിട്ടും നമ്മൾ കേരള PSC ഉദ്യോഗാർത്ഥി എക്സാമിന് പോകുന്നതിന് മുമ്പ് ഉറപ്പായിട്ട് നോക്കിയിരിക്കേണ്ട മേഖല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 4 രീതികളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ആദ്യം പഠിച്ചത് എന്താണ് സ്റ്റഡി മെറ്റീരിയൽ എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അതിനുശേഷം എന്ന് മുതലുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കണം, എന്ന് വരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കണമെന്ന് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞത് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാമെന്ന് പറഞ്ഞു, കേരള PSC ഏതൊക്കെ രീതിയിൽ ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞു. നാലാമത് ടോപ്പ് പ്രയോറിറ്റി ഏരിയ, എങ്ങനെയൊക്കെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്ത് ടോപ്പ് പ്രയോറിറ്റി ഏരിയ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം കറണ്ട് അഫയേഴ്സ് ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെട്ടു എന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. താങ്ക് യു വെരി മച്ച്.